വിടും. കൊള്ളാല്ലേ? നമസ്കാരം. ഓ, ഞാൻ രംഗം മുതലാളി. ഇതെന്റെ വീടാ. ഞാൻ ഈ വാർഡിന്റെ മെമ്പറാ. ഓ, ഞാൻ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. വാ, രണ്ടുപേരും വരി, ചായ കുടിച്ചിട്ട് പോ. വാ. അതെ, ഞങ്ങൾ പറഞ്ഞ വഴിക്ക് ചായ കുടിച്ചിട്ടാ വന്നത്. പറ്റില്ല 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 പറ്റൂല. ക്യാഷ് ഞാൻ തരാമെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ എവിടത്തേക്ക് അത് പറയാൻ പോണത്? മോളെ ഡേസി, ഈ ഡോക്ടർ ഇങ്ങനെ തമാശ പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ട് എടുക്കും. അപ്പൊ മെമ്പറേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? എല്ലാം പറഞ്ഞ പോലെ. വാ പോവാം, നമുക്ക് വൈകിട്ട് കാണണം. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്താ അന്തസ്സുള്ള പണിയല്ലേ? പ്രേമേട്ടാ, നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ശിവേട്ടന് വ്യക്തമായിട്ടൊരു പ്ലാനിങ് കാണും, അത് നോക്കോളൂ. ചുമ്മാതല്ല പുള്ളിയെ പ്ലാനിങ് സദാശിവം എന്ന് വിളിക്കുന്നത്. അതാ കാശുള്ളത്, അതുകൊണ്ടാ വിഷു കാണിക്കുന്നത്. രണ്ടാളുടെ രാവിലെ തുടങ്ങിയോ? സുമിത്രേട്ടൻ പറ, ശിവേട്ടനും ചേച്ചിയും വന്നത് നമ്മുടെ ഭാഗ്യല്ലേ? സിറ്റിയിൽ ഫ്ലാറ്റ് മേടിക്കാൻ പോയതാ, ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. ഇതെല്ലാം ശരിയാണ്. സാമ്പത്തിക ടൈറ്റ് വരുമ്പോഴാ ഇവൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത്, അല്ലേടാ? അതെ, അണ്ണനും കാര്യം അറിയാം. മൂളിയിരിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞാൽ മതിയായിരുന്നു. ഒന്ന് പതുക്കെ പറ, നിങ്ങൾക്കുള്ളതല്ല. മൂളിരിക്കുന്ന ആൾക്കാർ എന്തിനാ ഇതൊക്കെ കേൾപ്പിക്കുന്നത്? സ്വന്തം പല്ലിടെ കുത്തി നമ്മൾ അവരെ മണപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ദേ, ഞാനൊരു കാര്യം പറയാം. നമുക്കൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് കൊണ്ടുതന്നതാ ശിവനെ. ശിവനെ, ദേ, നമ്മുടെ ഈ ദാരിദ്ര്യമൊക്കെ മറച്ചു വെച്ച് അവരെ നമുക്ക് സന്തോഷത്തോടു കൂടി നോക്കണം. എങ്കിലേ അവർ പുതുതായി പ്ലാൻ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മളെ കൂടി പങ്കാളിയാക്കത്തുള്ളൂ. കണ്ട കണ്ട, ആരാ പറഞ്ഞത് ചേച്ചിക്ക് ബുദ്ധിയില്ലെന്ന്? നിങ്ങളാണോ? അല്ല കേട്ടാ, നിങ്ങൾ പറയുന്നത് കേട്ടാ, ചേച്ചി പറയുന്നത് കേട്ടാ. ജ്യൂസ് ആർക്കാ? അറിയുന്നു, ഞങ്ങൾ കൊടുക്കട്ടാ. നിങ്ങൾ അവിടെ ഇല്ലേ, അവരെയും വന്നോളൂ. കാണുമല്ലോ മനുഷ്യൻ. അറിയാം. ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേ ആ ക്ഷീണമല്ലാതെ പോയി. പിന്നെ ഇനിയിപ്പോ എന്താ പരിപാടി? അല്ല, ഞാൻ അനുവിനോട് പറയായിരുന്നേ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്താലോന്ന്. എന്താ അളിയൻ്റെ അഭിപ്രായം? അളിയാ, നീ ധൈര്യമായിട്ട് തുടങ്ങും. ഓൾ ദ ബെസ്റ്റ്. അല്ലളിയ, അളിയൻ തുടങ്ങുന്നതിനെ കുറിച്ചാണ്. തുടങ്ങാൻ പോകുന്ന ബിസിനസിന്റെ വ്യക്തമായ ധാരണയുമായിട്ടാണ് അളിയൻ വന്നിറങ്ങിയിരിക്കുന്നത്, അല്ലേ അളിയ? നിങ്ങൾ അങ്ങനെ പോലീസും ഡോക്ടറും കൂടി ഇവരെങ്ങനെ ശല്യം ചെയ്യല്ലേ? ഇവരിങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, അല്ലേ ഡേസി? മോള് പിടിച്ചാട്ടെ. നിങ്ങൾ ആരും ഇനി ഇവരെ ശല്യം ചെയ്യാനൊന്നും പോകണ്ട. അവർ തുടങ്ങാനുള്ളത്, ചെയ്യാനുള്ളത്, പറയാനുള്ളതൊക്കെ അതാത് സമയത്ത് തന്നെ അവർ ചെയ്തോളും. അതെ, എനിക്ക് നിങ്ങളോടെല്ലാം ഒരു കാര്യം പറയാനുണ്ട്. അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അത് ശരിയാവില്ല മോളെ, എവരും കൂടെ അറിയണം. അതെ, എനിക്ക് ഗൾഫിൽ കുറേ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു, ശരിയാ. പക്ഷെ അതെല്ലാം പൊളിഞ്ഞു. ഇപ്പം എൻ്റെ കയ്യിലെടുക്കാൻ ഒരു കാശുമില്ല. സത്യം പറഞ്ഞാൽ മക്കൾക്ക് ഹോസ്റ്റൽ അയക്കാനുള്ള 80,000 രൂപ ഞാൻ എവിടെ പോകുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ എൻ്റെ അവസ്ഥ. അളിയൻ ഞങ്ങളെക്കുറിച്ച് എന്താ വിചാരിച്ചത്? അന്നും എന്നും പണം കണ്ടുകൊണ്ടല്ല ഞങ്ങൾ അളിയനെ സ്നേഹിച്ചത്. അളിയോ, ഒരാളുടെ ബുദ്ധിമുട്ട് സമയത്തല്ലേ അളിയോ നമ്മൾ കൂടെ നിൽക്കുന്നത്? പ്രേമിന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ അത് എൻ്റെയും പെങ്ങളാണ് അളിയന്. ചേട്ടൻ എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറയണം, ഞങ്ങൾ കൂടെയുണ്ട്. ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ ചേട്ടനെ കാണുന്നത്. ഈശ്വര, ഞാൻ വീണ്ടും തോക്കുകയാണല്ലോ. അതെന്താ ചേട്ടാ? അല്ല, നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിലേ ഞാൻ തോറ്റുപോവുകയാണ്. ശരിക്കും നിങ്ങളുടെ സ്നേഹമൊന്നും ഞാൻ നേരത്തെ മനസ്സിലാക്കിയില്ലായിരുന്നു കേട്ടോ. ചേട്ടാ, ചേട്ടൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ചേട്ടൻ പറ, കുട്ടികൾക്ക് ഫീസ് അടയ്ക്കണ്ടേ? അതെ, നിങ്ങളാരും എനിക്ക് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല. നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം അത് മാത്രം മതി എനിക്ക്. അതാ രംഗമണിക്കരാ. ഡേസി, നീ ഒന്ന് വന്നേ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കേ, ഞാനിപ്പോൾ വരാം.
ഇയാളെപ്പോലൊരു ഭൂലോക ജെറ്റ് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇയാളുടെ ആള് പിശുക്കനാ. ഇയാൾക്ക് ആരെ വാർഡ് മെമ്പർ ആക്കിയത്? ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ റെഡിയാക്കിയോളാം. അപ്പൊ അങ്ങനെയാണ് കാര്യം. മോള് വിഷമിക്കണ്ടെന്ന്. ഇപ്പൊ നമ്മളെല്ലാം ഒരു കുടുംബം പോലെ. ഞാൻ ദാ വരാം. അയാളെന്ത് പറഞ്ഞു? ഉടനെന്നാണോ? എന്ത് പറയാ, വരാന്ന് പറഞ്ഞു പോയി അല്ലേ ഡേസി? അതെ, നിങ്ങൾ തന്ന അഡ്വാൻസ് തുക. ശിവ, ഇത് നിനക്കുള്ള കാശ്. നിന്റെ ബുദ്ധിമുട്ടൊക്കെ ഞാൻ മനസ്സിലാക്കി. ഇത് സൗകര്യം പോലെ നീ തിരിച്ചു തന്നാൽ മതി. ദേശിമോൾക്ക് സന്തോഷമായ? അച്ഛൻ നല്ല സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? എത്ര സ്നേഹമുള്ള ആളുകളല്ലേ? ഓ, നമ്മളിപ്പോൾ ഔട്ട്. നിങ്ങൾ അളിയനായി, പെങ്ങളായി. മോളെ, നീ അവരെ കണ്ടുപടി. എന്നും ഇങ്ങനെ കണ്ടാൽ മതി. ഇനി നാക്കെടുത്ത് വളയ്ക്കാതെ എന്ന് പറഞ്ഞാലും നെഗറ്റീവ് അല്ലാതെ വേറെ വല്ലതിൻ്റെ വായി തോന്നുമോ? ഞാനൊന്നും പറയുന്നില്ലേ. എടി, നല്ല സമയത്ത് അവരെ സഹായിച്ചാൽ നമ്മൾ ഇപ്പോൾ അവരെ ഒരു സൗജന്യത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. അതെന്നാ തലയിൽ വല്ല ആള് താമസമുണ്ട്. എൻ്റെ തലയിൽ ആൾ താമസം ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ സന്തോഷിച്ച് നിൽക്കുന്നത്. ഞാനത്ര വിഡ്ഢിയൊന്നുമല്ല. എന്ന് വെച്ചാൽ അച്ഛൻ അനുവിനെ വിളിക്കാൻ പറഞ്ഞില്ലായിരുന്നോ? ഞാനെന്താ പറഞ്ഞെന്നറിയാവോ? എന്തോന്ന് പറഞ്ഞു? ഹലോ, എന്താ ഏട്ടത്തി? അല്ല, അനു സുഖാണോ? എന്നും വിളിക്കണം വിചാരിക്കും, തിരക്കായി പോകും. അറിയാം ഏട്ടത്തി. ചേട്ടന് സുഖമാണോ? സുഖം. പ്രേമുണ്ടോ അവിടെ? ആ, ഉണ്ട്, ഇവിടെ ഉണ്ട്. മക്കൾക്ക് സുഖമല്ലേ ചേച്ചി? അവർ ബോർഡിങ്ങില്ല. ഞാൻ വിളിച്ചതേ, ഞങ്ങൾ ഉടനെ നാട്ടിലോട്ട് വരുന്നുണ്ട്. കുറെ കാലമായില്ലേ ഇവിടെ. നാട്ടിൽ എന്തെങ്കിലും നല്ല ബിസിനസ് തുടങ്ങാൻ അച്ചായന്റെ പ്ലാൻ. ഇനി നാട്ടിൽ കൂടാനാ പറയുന്നത്. നല്ല തീരുമാനം. എന്നാ വരുന്നേ? നെക്സ്റ്റ് വീക്ക് നല്ലൊരു ഫ്ലാറ്റ് വാങ്ങിക്കണം. അതൊക്കെ പ്രേമേട്ടൻ നോക്കി ശരിയാക്കും. അച്ഛൻ നല്ലൊരു ബിസിനസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഇത്രയും കാശ് മുടക്കി ചെയ്യുമ്പോൾ വെളിയിൽ നാളെ കൂടെ നിർത്തിയാൽ ശരിയാവുമോ എന്ന് അച്ഛനോട് സംശയം. ഇപ്പോഴത്തെ കാലം തന്നെ ആരെ വിശ്വസിക്കാനാ? വലിയ ബിസിനസ് ആണോ ചേട്ടത്തി? പിന്നല്ലാതെ. ഞാൻ അച്ഛനോട് പറയട്ടെ, നമുക്ക് പ്രേമിനോട് കൂടെ കൂട്ടിയാലോ എന്ന്. അനുവിനോട് ചോദിച്ചിട്ടാവാന്ന് കരുതി. ചേട്ടത്തി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ വേണ്ടത് നോക്കുന്നേ? പ്രേമേട്ടൻ റെഡിയാ? സമാധാനായി. ചേട്ടത്തി, ഞാനൊരു ആഗ്രഹം പറഞ്ഞോട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വീട്ടിൽ താമസിച്ചാലോ? അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. എന്നാ വരുന്നതെന്ന് ഞാൻ അറിയിക്കാം. ശരി ഏട്ടത്തി. ഓക്കെ, ബൈ. അനു, വയ്ക്കാൻ വരട്ടെ. വേറൊരു പ്രധാന കാര്യം കൂടെ പറയാനുണ്ട്. എന്താ ഏട്ടത്തി? ഒരു കാശും ഇല്ലാതെയാണ് നാട്ടിൽ വരുന്നതെന്ന് നിങ്ങളോട് പറയാനൊക്കെയാ പറഞ്ഞത്. കാശില്ലാതെ അച്ചായനെ ആരൊക്കെ സ്നേഹിക്കുന്ന അറിയാനായി പ്ലാൻ. ആ, മനസ്സിലായി. പിന്നെ ഈ കാര്യം അച്ചായൻ അറിയില്ലേ? ചേട്ടത്തി ധൈര്യമായിട്ട് വന്നു. ഇത് ഞാൻ ഏറ്റു. എനിക്കും ബുദ്ധിയൊക്കെ ഉണ്ട്. ഓക്കെ, ബൈ ബൈ. ഉച്ചായ, നീ എന്തോ പരിപാടിയാണ് കാണിച്ചു വെച്ചത്? അപ്പൊ നീ വിളിച്ചു പറഞ്ഞോണ്ടാണല്ലേ അവർ ഈ സ്നേഹമൊക്കെ കാണിച്ചത്? അല്ല, അപ്പൊ രംഗമാണി മുതലാളി എല്ലാ സത്യം അറിഞ്ഞുകൊണ്ടല്ലേ കാണിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. മര്യാദയ്ക്ക് അവരടുത്ത് പോയി ഉള്ള കാര്യം പറഞ്ഞു. ഒരറ്റായം ഇല്ല. പോയി പറയണേ. അതൊക്കെ പിന്നെ പറയാ അച്ചായ. ഇനി പിന്നെ പറയട്ടെ, ഇപ്പൊ പറയണോ? അത് പിന്നെ പറയാമോ? പറയാൻ ഞാൻ പറയാം. അത് കഴിഞ്ഞ് ഞാനിവിടെ നിൽക്കത്തില്ല. ഞാൻ അപ്പം ഇറങ്ങും. അയ്യോ, എടി മോളെ, നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഹലോ, ആ പ്രേമേ, ഞങ്ങളോട് വരാം. എല്ലാവരും വന്നാ? പറഞ്ഞു അവരുടെ പാർട്ടി. അച്ഛനൊരു കാര്യം ചെയ്യും, പെട്ടിയെല്ലാം പറ്റിയെന്ന് കിട്ടും. ഞാൻ അവരോട് പോയി പറഞ്ഞിട്ട് വരാം. മോളെ എന്തായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ? ഇപ്പൊ തൽക്കാലം അറിയില്ലല്ലേ? അതാ ചായ നല്ലത്. പിന്നെ നമ്മൾ ഇങ്ങനെയാണ് വിളിക്കാൻ. വിളിച്ച് കയറിയല്ല.
അതല്ലേ ഇങ്ങനെ അങ്ങ് പോകാൻ